റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ അബുദാബി കിരീടാവകാശിയും UAE സുപ്രീം കമാൻഡന്റുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ദില്ലിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോട്ടോകോൾ മറികടന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തി. ഇന്ത്യയും അബുദാബിയുമായി 16 കരാറുകളിൽ സന്ദർശന വേളയിൽ ഒപ്പുവെക്കും. അബുദാബി കിരീടാവകാശിയുടെ മാധ്യമ സംഘത്തിലുള്ള പീപ്പിൾ TV മിഡിൽ ഈസ്റ്റ് ന്യൂസ് ഡയറക്ടർ EM അഷ്റഫ് ഇപ്പോൾ ചേരുന്നു. അഷ്റഫ്, എന്തൊക്കെയാണ് ഇതാദ്യമായിട്ടാണ് UAE ഒരു പരമാധികാരി ആയുള്ള അബുദാബി കിരീടാവകാശി UAE കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം റിപ്പബ്ലിക് ദിനത്തിൽ എത്തുന്നത്. ഇത് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇന്ത്യ ഗവൺമെന്റ് UAE ഗവൺമെന്റ് കൊടുക്കുന്ന പ്രാധാന്യം, അതുപോലെ തന്നെ UAE ഗവൺമെന്റ് ആ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ പങ്കുകൊണ്ടത്. പ്രധാനമായും 16 കരാറുകളാണ് ഈ സംഭവത്തിൽ ഒപ്പുവെക്കാൻ പോകുന്നത്. മാത്രമല്ല, ഒരു വളരെ ഉജ്ജ്വലമായ സ്വീകരണമാണ് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഷെയ്ഖ് മുഹമ്മദ് നൽകിയത്. ഒരു ഭരണാധികാരിക്ക് നൽകാവുന്ന പരമാവധി അംഗീകാരം എന്ന നിലയിൽ തന്നെ, അത് മാത്രമല്ല പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ചെയ്തത്. 16 കരാറുകൾ പ്രധാനമായിട്ടും ഇന്ത്യയും UAEയും തമ്മിൽ ആഭ്യന്തര സുരക്ഷാ കരാർ അത് വളരെ പ്രധാനപ്പെട്ടാണ്. രാജ്യത്തിന്റെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മെറൈൻ ജലാഗത മേഖലയിലുള്ള സുരക്ഷിതത്വം തുടങ്ങി തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഒന്നിച്ചു നിൽക്കൽ, വ്യാപാര വാണിജ്യ കരാറുകൾ, സാംസ്കാരിക വിനിമയ കരാറുകൾ, ഇങ്ങനെ 16 കരാറുകളാണ് ഇനിയുള്ള ദിവസങ്ങൾ ഒപ്പിടാൻ പോകുന്നത്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഷെയ്ഖ് മുഹമ്മദ് ചർച്ച നടത്തുന്നുണ്ട്. മാത്രമല്ല, ഒരു വാണിജ്യ സംഘം, ഇന്ത്യൻ വാണിജ്യ സംഘം, വളരെ വലിയ ഒരു വാണിജ്യ സംഘം തന്നെ എത്തിയിട്ടുണ്ട്. അതിൽ മലയാളികളായ വ്യാപാര പ്രമുഖരുമുണ്ട്. എല്ലാം കൊണ്ട് തന്നെ UAE ഗവൺമെന്റിനും ഇന്ത്യ ഗവൺമെന്റിനും വളരെ സുപ്രധാനമായ ഒരു ആശയവിനിമയം, വ്യാപാര വാണിജ്യ വിനിമയം മാത്രമല്ല, സംസ്കാര വിനിമയം മാത്രമല്ല, ദശലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള സ്വീകരണമാണ് ഇന്ന് ലഭിച്ചത്. കൈരളി പീപ്പിൾ TV മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പാറ്റൂർ വിഷയത്തിൽ സർക്കാർ ഭൂമി കയ്യേറിയതിന് വ്യക്തമായ തെളിവുണ്ടായിട്ടും എന്തുകൊണ്ട് കേസെടുത്തില്ലെന്ന് കോടതി. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി A ബദറുദ്ദീനാണ് വിജിലൻസിനോട് ഇക്കാര്യം ആരാഞ്ഞത്. എന്നാൽ നിലവിൽ കേസിൽ ത്വരിതാന്വേഷണം നടക്കുകയാണെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചു. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ലോകായുക്തയുടെ പരിഗണനയിലാണെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദനാണ് പാറ്റൂർ ഭൂമി ഇടപാട് സംബന്ധിച്ച് കോടതിയിൽ പരാതി നൽകിയത്. ചീഫ് സെക്രട്ടറി SM വിജയാനന്ദിനെതിരായ കേസിൽ മുഴുവൻ ഫയലുകളും ഹാജരാക്കാൻ പ്രത്യേക വിജിലൻസ് കോടതി നിർദ്ദേശം. കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വിജിലൻസ് സംഘം കോടതിയിൽ സമർപ്പിച്ചില്ല. പരാതിക്കാരന്റെ ഹർജിയിൽ വ്യക്തതയില്ലെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് 100-ൽ പരം റിപ്പോർട്ടുകളും ക്രിമിനൽ നടപടി ശുപാർശകളും സസ്പെൻഷൻ ഉത്തരവുകളും നടപടികളെടുക്കാതെ ബോധപൂർവം പൂഴ്ത്തിവെക്കുകയും 50-ൽ പരം അന്വേഷണ ശുപാർശകളെ അട്ടിമറിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. കേസ് 27ലേക്ക് മാറ്റി. ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് നാളെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തും. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ദിനകർ ചേരുന്നു. ദിനകർ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? മറിയ, വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പീഡനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോ അക്കാദമിക്ക് മുന്നിൽ സംഘടനകൾ നടത്തുന്ന സമരം 12 ദിവസം പിന്നിട്ടു. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. നാളെ 4 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടക്കുക. വിദ്യാർത്ഥികളുടെ പരാതികൾ കേട്ട ശേഷമാകും ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുക എന്നാണ് സൂചന. അതേസമയം സമരം ഒത്തുതീർപ്പാക്കണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഇന്റേണൽ മാർക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടത്താൻ സർക്കാരും സർവകലാശാലയും തയ്യാറാകണമെന്നും DYFI ആവശ്യപ്പെട്ടു. ഇതിനിടെ വിദ്യാർത്ഥികൾ നടത്തിവരുന്ന സമരത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ കോളേജ് മാനേജ്മെന്റിനോടും സർവകലാശാലയോടും വിശദീകരണം തേടിയിട്ടുണ്ട്. കോളേജിൽ മാനസിക പീഡനം നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ യുവജന കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ജാതിപ്പേര് വിളിച്ചു എന്നാരോപിച്ച് വിദ്യാർത്ഥികൾ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതിയിന്മേൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ തെളിവെടുപ്പ് ഇന്ന് പൂർത്തിയായി. ഈ മാസം നിരവധി വിദ്യാർത്ഥികളാണ് പരാതി സമർപ്പിക്കാൻ എത്തിയത്. ഈ മാസം 28-ന് അക്കാദമി വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചേരാനും സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. മറിയാം, ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് നാളെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തും. ഇതിന്റെ വിശദാംശങ്ങളാണ് ദിനകർ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ലോ അക്കാദമിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പാക്കണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഇന്റേണൽ മാർക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടത്താൻ സർക്കാരും സർവകലാശാലയും തയ്യാറാകണമെന്നും DYFI ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ ചർച്ചയിലൂടെ ഉടൻ പരിഹരിക്കണമെന്നും DYFI പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു.
ജല്ലിക്കെട്ടിന് പിന്തുണ പ്രഖ്യാപിച്ച് നടൻ കമലഹാസൻ. പ്രശ്നത്തിൽ തമിഴ്നാട് സർക്കാരിന് ഇരട്ടത്താപ്പുണ്ടെന്നും 20 വർഷമായി നിയമം വേണമെന്ന് ആവശ്യപ്പെടുന്നതാണെന്നും ചെന്നൈയിൽ കമലഹാസൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചെന്നൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ജല്ലിക്കെട്ടിനെ അനുകൂലിച്ചും സർക്കാരിന്റെ നിലപാടുകളെ വിമർശിച്ചും കമൽഹാസൻ രംഗത്തെത്തിയത്. കേരളത്തിൽ ഉത്സവങ്ങളിൽ ആനകളെ ഉപയോഗിക്കാമെങ്കിൽ തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് കാളകളെ വെച്ച് ജല്ലിക്കെട്ട് നടത്തിക്കൂടാ എന്ന് കമൽഹാസൻ ചോദിച്ചു. ഇത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം വിമർശിച്ചു. അല്ല, ഇത് രണ്ട് മുഖമാണ് കാണിക്കുന്നത്. നമുക്ക് അവിടെ ആ സ്റ്റേറ്റിൽ ഇല്ലാത്ത ഒരു നിയമം ഇവിടെ എന്തുകൊണ്ട് വരണം എന്നുള്ളതാണ് ചോദ്യം. ആനകളെ കെട്ടാമെങ്കിൽ കാളയിലും കെട്ടാം എന്നുള്ളതാണ് ഇവരുടെ അത് ലോജിക്കലാണോ എന്നുള്ളത് പിന്നീട് നമുക്ക് വിവാദിക്കാം. പക്ഷേ അവിടെ ഒരു ധർമ്മവും ഇവിടെ ഒരു ധർമ്മവും പാടില്ല എന്നുള്ളതാണ്. ഇത് ഒരു വൺ കൺട്രിയാണ്. When you are trying to make a universal tax for everybody, avoid octroi and other things and make it equal, why not make everything equal? ജനങ്ങൾ കൊല്ലപ്പെടുന്നതാണ് കാരണമെങ്കിൽ രാജ്യത്ത് വാഹനങ്ങളും നിരോധിക്കേണ്ടി വരുമെന്നും കമലഹാസൻ പറഞ്ഞു. More people die of automobile accidents than in Jallikattu, much more. We don't ban automobile driving or the sport of racing should be stopped because it's dangerous. വിലക്ക് സിനിമയിലായാലും ജല്ലിക്കെട്ടിലായാലും അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. I was against any kind of ban, be it my film or my bull. I was sitting here crying hoarse about my film being banned for no reason at all. There was no clear reason. തമിഴ്നാട് സർക്കാരിനെതിരെയും കമലഹാസൻ വിമർശനം ഉന്നയിച്ചു. MGR ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിൽക്കുമായിരുന്നുവെന്ന് ഉലകനായകൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നടപടിയെയും രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം ഇക്കാര്യത്തിൽ ജനങ്ങൾക്കൊപ്പമാണെന്നും ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്. BCCIയുടെ താൽക്കാലിക ഭാരവാഹികളെ സുപ്രീം കോടതി ഇന്നും പ്രഖ്യാപിച്ചില്ല. ഭാരവാഹികളെ നിർദ്ദേശിക്കാൻ BCCIക്കും കേന്ദ്ര സർക്കാരിനും കോടതി അനുമതി നൽകി. അതിനിടയിൽ ഭാരവാഹികളെ ഉടൻ പ്രഖ്യാപിക്കരുതെന്നും കായിക സംഘടനകളെ ശുദ്ധീകരിക്കാൻ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസിൽ തിങ്കളാഴ്ച അന്തിമ തീരുമാനമുണ്ടാകും. BCCIയുടെ ഭരണസമിതിയിലേക്കുള്ള ഭാരവാഹികളെ നിയമിക്കുന്നത് സുപ്രീം കോടതി നീട്ടുകയാണ്. താൽക്കാലിക ഭരണസമിതിയെ ഇന്നും പ്രഖ്യാപിച്ചില്ല. ലോധ സമിതി റിപ്പോർട്ട് നടപ്പാക്കാത്തതിന് പുറത്താക്കിയ ഭാരവാഹികൾക്ക് പകരം 9 പേരുടെ പാനൽ അമിക്കസ് ക്യൂറി, അനിൽ ധവാൻ, ഗോപാൽ സുബ്രഹ്മണ്യം എന്നിവർ കോടതിയിൽ നൽകിയിരുന്നു. എന്നാൽ ഈ പേരുകൾ BCCI കോടതിയിൽ എതിർത്തു. ഇതിനെ തുടർന്നാണ് ഭാരവാഹികളുടെ പേരുകൾ സീൽ ചെയ്ത കവറിൽ കോടതിയിൽ നൽകാൻ BCCIക്ക് അനുമതി നൽകിയത്. ലോധ സമിതി നിർദ്ദേശങ്ങളനുസരിച്ച് പേരുകൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി അനുമതി നൽകി. അതിനിടയിൽ BCCI ഭാരവാഹികളെ കോടതി ഉടൻ പ്രഖ്യാപിക്കരുതെന്നും രാജ്യത്തെ കായിക സംഘടനകളെ ശക്തിപ്പെടുത്താൻ നിയമനിർമ്മാണത്തിന് സർക്കാർ ഒരുങ്ങുകയാണെന്നും അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ ഇതുവരെ കേന്ദ്ര സർക്കാർ എവിടെ പോയി എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. രാജ്യത്തെ കായിക സംഘടനകളെ മുഴുവനായി ശുദ്ധീകരിക്കുമെന്ന് അവകാശപ്പെട്ട അതേ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ BCCIയുടെ ഭാരവാഹികളെ ഉടൻ പ്രഖ്യാപിക്കരുതെന്ന് ആവശ്യപ്പെട്ടത് ആശ്ചര്യമുണർത്തുന്നതായി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പഞ്ചാബിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ വൻ ജനകീയ പ്രഖ്യാപനങ്ങളുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. എല്ലാ വീട്ടിലും ഒരാൾക്ക് ജോലി, സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര, പെട്രോളിനും LPGക്കും വൻ വിലക്കുറവ് എന്നിങ്ങനെയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. അതേസമയം ലഹരി മാഫിയയുടെ തലവൻ മന്ത്രി വിക്രം സിംഗ് മജീദിയ അധികാരത്തിലെത്തിയാൽ മന്ത്രിയെ ജയിലിലടയ്ക്കും എന്ന് പ്രഖ്യാപിച്ചാണ് ആം ആദ്മി പ്രചാരണം. 10 വർഷത്തിന് ശേഷം ഭരണം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിൽ പ്രചരണം ശക്തമാക്കിയ കോൺഗ്രസ് വൻ ജനകീയ വാഗ്ദാനങ്ങളുടെ പ്രകടന പത്രികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അധികാരത്തിലേറിയാൽ പെട്രോളിന് ലിറ്ററിന് 3 രൂപ കുറയ്ക്കും, LPGക്ക് 15 രൂപ വെട്ടിക്കുറയ്ക്കും എന്നിങ്ങനെയാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പുറത്തിറക്കിയ പ്രകടന പത്രിക. മുതിർന്ന പൗരന്മാർ, സ്കൂൾ കുട്ടികൾ, വിമുക്ത ഭടന്മാർ, പോലീസ്, അർദ്ധസൈനികർ എന്നിവർക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്രയും പ്രകടന പത്രികയിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. 2/3 ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയാൽ സത്ലജ് യമുന കനാൽ പദ്ധതി ജനകീയ താൽപര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി എന്നിങ്ങനെ പോകുന്നു മറ്റു വാഗ്ദാനങ്ങൾ. ഇതിനു പുറമെ കോഫി വിത്ത് ക്യാപ്റ്റൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ തന്ത്രങ്ങളും ക്യാപ്റ്റൻ നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ താരപ്രഭയും വിജയം കൊണ്ടുവരുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. എന്നാൽ 32% വരുന്ന ദളിത് വോട്ടുകൾ മുൻനിർത്തി ദളിത് വിഭാഗക്കാരനെ ഉപമുഖ്യമന്ത്രിയാക്കും. ലഹരി മാഫിയ തലവൻ മന്ത്രി വിക്രം സിംഗ് മജീദി എന്നും അധികാരത്തിലേറിയാൽ മന്ത്രിയെ ജയിലിലടയ്ക്കും തുടങ്ങിയുള്ള പ്രചരണങ്ങളാണ് ആം ആദ്മി നടത്തുന്നത്. എന്നാൽ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിനും ആം ആദ്മിക്കുമിടയിൽ ഭിന്നിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശിരോമണി അകാലിദൾ BJP സഖ്യം. മനുശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി.
നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ച നവംബർ ഡിസംബർ മാസങ്ങളിലെ വായ്പാ പലിശ സർക്കാർ ഏറ്റെടുക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ധാരണയായി. സഹകരണ ബാങ്കുകളിൽ നിന്നും കാർഷിക ഇതര ബാങ്കുകളിൽ നിന്നുമുള്ള വായ്പാ പലിശകൾക്കാണ് ഇളവ്. ഈ മാസങ്ങളിലെ പലിശ തിരിച്ചടച്ചിട്ടുള്ള കർഷകർക്ക് തുക അവരുടെ അക്കൌണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകും. നബാർഡ് വഴിയാണ് ഇളവ് നൽകുക. അതേസമയം ഗ്രാമീണ മേഖലയിൽ പുതിയ ഭവന പദ്ധതിയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. 2 ലക്ഷം വരെയുള്ള വായ്പകൾക്ക് പലിശ ഇളവ് നൽകുന്നതാണ് പദ്ധതി. വാർത്തകളിലേക്ക്. നോട്ട് നിരോധനത്തെ വീണ്ടും വിമർശിച്ച് MT. നോട്ട് നിരോധനത്തെ തുടർന്ന് തുഞ്ചൻ സാഹിത്യോത്സവം നടത്താൻ പോലും ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥയാണെന്ന് MT വാസുദേവൻ നായർ പറഞ്ഞു. തന്നെ സന്ദർശിച്ച CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുമായുള്ള സംഭാഷണത്തിലാണ് MT ഇക്കാര്യം പറഞ്ഞത്. നോട്ട് പ്രതിസന്ധിയെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം ഉയർത്തിവിട്ട സംഘപരിവാർ പ്രതിഷേധങ്ങൾക്കിടെയാണ് വിഖ്യാത സാഹിത്യകാരൻ MT തന്റെ നിലപാട് ആവർത്തിച്ചതും ശക്തമാക്കിയതും. സർവ്വമേഖലകളെയും എന്ന പോലെ സാഹിത്യ സംബന്ധിയായ പ്രവർത്തനങ്ങളെയും ഇത് ബാധിച്ചു. കടം വാങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യം. അതൊന്നും വരും, നമുക്ക് പേടിക്കണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കടം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. പണ്ട് ഇങ്ങനത്തെ പ്രശ്നമൊക്കെ വരുമ്പോൾ നമുക്കൊരു ധൈര്യം ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ വിളിച്ച് നമ്മുടെ കാശൊക്കെ ഉള്ളവരെ വിളിച്ച് ആരെങ്കിലും നമുക്ക് സർക്കാരിന് കുറച്ചൊരു ഫെസ്റ്റിവൽ ആവശ്യത്തിന് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു. അത് പാസ്സായിട്ടുണ്ട്, ഒപ്പിട്ടിട്ടുണ്ട്. എന്നിട്ടൊരു മെസ്സേജ് വന്നത് ബാങ്കിൻ്റെ നമ്പറും കാര്യം അതും കൊടുത്തു. അത് വന്നിട്ടില്ല. രാവിലെ MTയുടെ വീട്ടിലെത്തിയ MA ബേബി കാലിക വിഷയങ്ങളിൽ ഏറെ നേരം അദ്ദേഹത്തോട് സംസാരിച്ചു. MTക്കെതിരെ പോലും വിലക്കുകൾ ഉയരുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം സാഹിത്യത്തെയും ഭാഷയെയും സ്നേഹിക്കുന്നവരും നാടാകെയുമുണ്ടാകുമെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ MTയെ പോലുള്ള നമ്മുടെ നാടിൻ്റെ മഹാപ്രതിഭയ്ക്ക് നേരെ പോലും വിലക്കുകൾ ഏർപ്പെടുത്താൻ മടിക്കാത്ത വിധം നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വ്യതിയാനം കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. എന്നാൽ MTക്കൊപ്പം ഈ നാടുണ്ട്. സാഹിത്യത്തെയും ഭാഷയെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്നവരെല്ലാം ഉണ്ട്. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനും DYFI നേതാവ് മുഹമ്മദ് റിയാസിനുമൊപ്പമാണ് MTയുടെ കോഴിക്കോട്ടെ വസതിയിൽ MA ബേബി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ സിമന്റ്സിലെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി ജനറൽ മാനേജർ G വേണുഗോപാലിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. സിമന്റ്സ് ഡീലർഷിപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ട് നടന്ന 2.7 കോടി രൂപയുടെ അഴിമതി കേസിലും വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണിൽ സിമന്റ് സൂക്ഷിച്ചതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് വേണുഗോപാലിനെ വിജിലൻസ് പാലക്കാട് ഡിവൈഎസ്പി M സുകുമാരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു അറസ്റ്റ്. വേണുഗോപാലിനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ഈ കേസുകളിൽ മലബാർ സിമന്റ്സ് മുൻ MD K പത്മകുമാർ ഒന്നാം പ്രതിയാണ്. ഇദ്ദേഹത്തെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ പാമ്പാടി നെഹ്റു കോളേജിൽ മരിച്ച ജിഷ്ണുവിന്റെ ശരീരത്തിൽ കൂടുതൽ മർദ്ദനമേറ്റ പാടുകൾ. ജിഷ്ണുവിന്റെ കൈയിലെ മുറിവുകളുടെ ചിത്രങ്ങളാണ് പുറത്തായിരിക്കുന്നത്. ജിഷ്ണുവിന്റെ അരയുടെ ഭാഗത്ത് മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മുറിവുകളെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അതേസമയം ജിഷ്ണുവിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് ബന്ധുക്കൾ ഹൈക്കോടതിയിലേക്ക്. അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൈകൾക്കും അരഭാഗത്തും കാലിനടിയിലുമാണ് മർദ്ദനമേറ്റതിന്റെ പാടുകളുള്ളത്. മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്ത സമയത്ത് പോലീസ് ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ പീപ്പിളിന് ലഭിച്ചു. ഈ മുറിവുകളെപ്പറ്റി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മുറിവുകളെപ്പറ്റി പറയുന്നില്ല. ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ PG വിദ്യാർത്ഥിയിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. നേരത്തെ ജിഷ്ണുവിന്റെ മുഖത്തെ മുറിവുകളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മരണത്തിന് മുമ്പ് കോളേജ് അധികൃതർ ജിഷ്ണുവിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകളെല്ലാം. അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ജിഷ്ണുവിന്റെ ബന്ധുക്കൾ പറഞ്ഞു. ഞങ്ങളുടെ ജിഷ്ണു പ്രണോയ് മരിച്ചിട്ട് ഇന്ന് 17 ദിവസമായി. ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവനെ കോളേജ് അധികൃതർ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്ന കാര്യം. അതിന്റെ ഒടുവിലത്തെ തെളിവാണ് പോലീസിന്റെ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് സമയത്ത് തന്നെ പോലീസ് ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനിയെങ്കിലും ഈ തെളിവുകളെല്ലാം പുറത്തു വന്ന സാഹചര്യത്തിലെങ്കിലും കൊലക്കുറ്റത്തിന് കേസെടുത്ത് ഇവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ അധികാരികൾ തയ്യാറാകണം. അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന കിരൺ നാരായണൻ IPS ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. അവർക്ക് സർവ്വ പിന്തുണയും സർക്കാർ നൽകിക്കൊണ്ട് ഈ കേസ് കുറ്റം തെളിയിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷണത്തിന് ഒരു കോടതിയുടെ മേൽനോട്ടം ആവശ്യമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് ഈ ആവശ്യവുമായി ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. സർക്കാരിലും അന്വേഷണ സംഘത്തിലും പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ജിഷ്ണുവിന്റെ ബന്ധുക്കൾ പറഞ്ഞു. PV കുട്ടൻ, കോഴിക്കോട്.
വിവരാവകാശ നിയമത്തെക്കുറിച്ച് വ്യക്തമായാണ് പറഞ്ഞതെന്ന് പിണറായി വിജയൻ. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പിണറായിയുടെ വിശദീകരണം. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ചിലർ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും ശുദ്ധമായതും സുതാര്യമായതുമായ ഭരണമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പിണറായി വിജയൻ പറഞ്ഞു. അഴിമതിരഹിതമായ കാര്യങ്ങൾ നടക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും അപ്പോൾ രേഖകൾ ഇരുമ്പുമറയ്ക്കുള്ളിൽ ആക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. KSRTCയെ 3 വർഷം കൊണ്ട് ലാഭത്തിലാക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. തൊഴിലാളി പങ്കാളിത്തമുള്ള പുനരുദ്ധാരണ പദ്ധതിയാണ് ലക്ഷ്യം. KSRTCയിൽ തിരുത്തൽ പ്രക്രിയ ഉണ്ടാക്കുമെന്നും ധനകാര്യസ്ഥിതി സമൂലമായി പുനഃസംഘടിപ്പിക്കണമെന്നും ഐസക് പറഞ്ഞു. പ്രതിദിനം 10,000 രൂപയിൽ താഴെ വരുമാനമുള്ള റൂട്ടുകൾ പുനഃപരിശോധിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. KSRTC എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ അടിസ്ഥാനം പൊതുമേഖല എന്ന് പറയുന്നത് ഇന്ന് സ്വകാര്യ മേഖലയ്ക്ക് പകരമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ മുതലാളിമാരില്ലാത്ത പൊതു ഉടമസ്ഥയിലും സഹകരണാടിസ്ഥാനത്തിലുമുള്ള സ്വത്തുടമസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ്. വിജയകരമായി പ്രവർത്തിക്കുന്ന ഓരോ പൊതുമേഖലാ സ്ഥാപനവും നാളെ അങ്ങനെ ഒരു സാമൂഹ്യ വ്യവസ്ഥ സാധ്യമാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രചോദനമാണ്, പ്രതീകമാണ്. വാർത്തകളിലേക്ക്. കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മെറിറ്റ് സീറ്റ് 50% നിന്നും 60% വർദ്ധിപ്പിക്കാൻ തീരുമാനം. NRI കോട്ട 15% നിന്നും 5% കുറയ്ക്കാൻ തീരുമാനിച്ചതായും സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. നിലവിലുള്ള 35% മാനേജ്മെന്റ് കോട്ടയിൽ 10% സഹകരണ മേഖലയിലെ ജീവനക്കാർക്കായി നീക്കിവെക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. തൃശൂർ വടക്കാഞ്ചേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിന്റെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ച് അഴിമതി സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെയ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മെറിറ്റ് സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ടുള്ളൊരു തീരുമാനം ഗവൺമെൻറ് എടുക്കുകയാണ്. 50% നിലവിൽ മെറിറ്റ് സീറ്റ്, അത് 60% ഉയർത്താനായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. NRI കോട്ട 15% എന്നുള്ളത് 5% കുറയ്ക്കാനും ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. നിലവിലിപ്പോൾ 35% മാനേജ്മെൻറ്റ് കോട്ടയാണ്. അതിൽ ഒരു പുതിയ രീതി എന്നുള്ള നിലയിൽ 10% സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ കുട്ടികൾക്കായിട്ട് നീക്കിവെക്കുകയാണ്. നിലവിലുള്ള ഫീസ് ഘടനയിൽ ഒരു മാറ്റവും വരുത്താതെയാണ് ഈ പരിഷ്കാരങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ് വരുത്തുന്നത്. ധർമ്മടത്തെ കൊലപാതകത്തിന് പിന്നിൽ BJP തന്നെയെന്ന് മന്ത്രി MM മണി. പിടിയിലായവർക്ക് CPIM-മായി ബന്ധമില്ലെന്നും സന്തോഷ് BJP വിടാൻ ഒരുങ്ങുന്നതിനിടെയാണ് കൊലപാതകം ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. പണിയൊന്നുമില്ല. ഞങ്ങൾ മനഃപൂർവ്വമായി യാതൊരുവിധ അക്രമ പ്രവർത്തനത്തെയും സഹായിക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ ഏഴയുടെ ഒരാൾ സന്തോഷെന്നോ മറ്റോ പറഞ്ഞ ഒരാൾ അവിടെ മരിക്കാനിടയായി. അത് ഞങ്ങൾ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എഴുതുന്നവർ മാർക്സിസ്റ്റാ മറ്റേതാണെന്നും പറഞ്ഞ് എഴുതുന്നതിലൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് അതുമായി ബന്ധമില്ലെന്നും അത്തരം ഒരു കേസിനോട് ഞങ്ങൾ സഹകരിക്കുകയില്ലെന്നും അവരെ സഹായിക്കുകയില്ലെന്നും ഞങ്ങളുടെ സെക്രട്ടറി തന്നെ ആധികാരികമായി ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അയാൾ BJP വിടാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരുന്നതാണ്, അതിനുള്ള നീക്കം നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ തന്നെ സംഗതി ശരിയാക്കിയതാണ്. എന്നിട്ട് ചുമ്മാതെ ആളുകളെ പിടിച്ച് എന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ്. ഞങ്ങളുടെ ആളുകൾ ആരുമില്ല. ഞങ്ങൾ തള്ളിയും പറഞ്ഞിട്ടുണ്ട്. ഇതിനോടൊന്നും യോജിപ്പില്ല. ഗോകാർഡ് മൊബൈൽ ആപ്ലിക്കേഷന്റെ ഉദ്ഘാടനം കോഴിക്കോട് ഹൈലൈറ്റ് മോളിൽ നടന്നു. ഗോകാർഡ്സിന്റെ ഉദ്ഘാടനം സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും ലോഗോ പ്രകാശനം MK മുനീറും നിർവഹിച്ചു. മൊബൈൽ DTH റീചാർജും ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ലുകളും ഇൻഷുറൻസ് പേയ്മെന്റുമെല്ലാം ഓൺലൈൻ വഴി ചെയ്യാൻ കഴിയുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഗോകാർഡ്സ്. G. ദേവരാജൻ മാസ്റ്ററുടെ പേരിൽ സ്വരലയ ഏർപ്പെടുത്തിയ സംഗീതജ്ഞർക്കുള്ള ദേശീയ പുരസ്കാരം ഗായകനും സംഗീതജ്ഞനുമായ ഹരിഹരന്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. സ്വരലയ കൈരളി യേശുദാസ് അവാർഡ് ഈ മാസം 31 നടക്കുന്ന ഗന്ധർവ സന്ധ്യയിൽ വിതരണം ചെയ്യും. സംഗീത സംവിധായകൻ M. ജയചന്ദ്രൻ, സ്വരലയ കേരള ചാപ്റ്റർ ചെയർമാൻ G. രാജ്മോഹൻ, EM നജീബ്, കൈരളി TV പ്രോഗ്രാംസ് കൺസൾട്ടന്റ് PO മോഹൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടപ്പാക്കുന്ന പുതിയ പദ്ധതിയായ വെൽത്ത് മാനേജ്മെന്റ് സർവീസ് പ്രവർത്തനം ആരംഭിച്ചു.
SBI എറണാകുളം ശാഖയിൽ നടന്ന ചടങ്ങിൽ ചീഫ് ജനറൽ മാനേജർ S. വെങ്കിട്ടരാമൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനറൽ മാനേജർ അലോക് കുമാർ ശർമ്മ, ഡെപ്യൂട്ടി ജനറൽ മാനേജർമാരായ ജോയി ആര്യക്കര, MD വിൻസെന്റ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ധനകാര്യ മാനേജ്മെന്റിന്റെ ഉപഭോക്താക്കൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനായാണ് ബാങ്ക് പുതിയ പദ്ധതി നടപ്പാക്കുന്നത്.